സിറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്കും. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണം. അച്ചടക്ക നടപടി നേരിട്ട വൈദികരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നു. ആൻ മരിയ, ദീർഘനാളായി തുടരുന്ന പ്രശ്നമാണ്. മാത്രമല്ല അത് പലയാവർത്തി സംഘർഷഭരിതമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. അതിനൊക്കെ ഒരു പരിഹാരം, സമാധാനമാണോ ഈ സർക്കുലർ? ആൻ മരിയ. ഹാഷ്മി, ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത കുറേയേറെ കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ആ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയായിരുന്നു കുർബാന തർക്കം എന്ന് പറയുന്നത്. ജനാഭിമുഖ കുർബാന വേണമെന്ന് ഒരു വിഭാഗവും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് മറ്റൊരു വിഭാഗവും. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷങ്ങൾ, വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ, പിന്നീട് പല ആളുകൾ വന്ന് അതിന് പ്രശ്നപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ് എങ്കിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സമാധാന അന്തരീക്ഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വൈദിക സമ്മേളനം നടത്തിക്കൊണ്ട് അതിനകത്തൊരു ചർച്ച നടത്തി തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ദിവസം, അത് കടമുള്ള ദിവസങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണ് എങ്കിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാന നടപ്പിലാക്കണം. അത് 5 മണി തൊട്ട് 10 വരെയുള്ള ഒരു സമയങ്ങളിലായിരിക്കണം ഈ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഈ രീതിയിൽ ഒരു ജനാഭിമുഖ കുർബാന എന്ന രീതിയിൽ മുന്നോട്ട് പോകാം. ഇനി ഏകീകൃത കുർബാന മാത്രം നിലനിൽക്കുന്ന പള്ളികളിലാണ് എങ്കിൽ ആ രീതിയിൽ തന്നെ തുടരാം. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, മേജർ ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും ഈ പള്ളികളിലേക്ക്, തർക്കം നിലനിൽക്കുന്ന പള്ളികളിലേക്ക് എത്തുകയാണ് എങ്കിൽ അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രം പിന്നെ ഒരു കാര്യം ഇവർ എടുത്തു പറഞ്ഞിരുന്നത്, അച്ചടക്ക നടപടി നേരിട്ട വൈദികർക്കെതിരെ ഉള്ള പ്രശ്നങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു കാര്യമായിരുന്നു ഈ ആത്മായി മുന്നേറ്റം ആദ്യം ഉന്നയിച്ചിരുന്ന കാര്യം. അതിനകത്തൊരു പരിഹാരം കാനോനിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൽ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, അത് രമ്യമായി പരിഹരിക്കും എന്നൊരു കാര്യം കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഈ ഒരു സർക്കുലർ പ്രകാരം പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ജൂലൈ 3 ദുക്രാന തിരുനാളോടനുബന്ധിച്ച് തന്നെ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം അതൊരു സമവായത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഹാഷ്മി.